നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു മുട്ട ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വലിയുള്ളി അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് അത് നന്നായി തന്നെ കുഴഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് അതിൻ്റെ എണ്ണയെല്ലാം പിരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് തൈര് കൂടെ ചേർത്ത് അതൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പുതിന, മല്ലിത്തല, ഗരം മസാല എല്ലാം ചേർത്ത് കൊടുത്തു കേട്ടോ. അത് നല്ലപോലെ പാകമായി വന്നതിലേക്ക് നമ്മൾ നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി തന്നെ തിളച്ച് വരുമ്പോൾ നമ്മൾ 20 മിനിറ്റ് കുതിർത്തിട്ടുള്ള നമ്മുടെ അരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളിതൊരു 20 മിനിറ്റ് ദം ചെയ്തെടുക്കുന്നുണ്ട്. അതിന് മേലെ മുട്ട അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചിട്ടും മുട്ട ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ദം ചെയ്തതിന് ശേഷം ആവശ്യത്തിന് നെയ്യ് കൂടെ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സാലഡ്, അച്ചാർ, പപ്പടം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.